ഒരു പുതിയ വീഡിയോയിലേക്ക് ആത്മമായ സ്വാഗതം. അപ്പോൾ മറ്റേ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാകും നമ്മളിന്ന് സെങ്കോട്ടെ കൊല്ലം ടു സെങ്കോട്ടെ പോകുന്ന കാഴ്ചയൊക്കെ കണ്ടത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നു. അപ്പോൾ രണ്ടാമത്തെ എപ്പിസോഡ് 2 ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ടണലിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ആദ്യത്തെ പാലത്തിലൊക്കെ അങ്ങനെ കയറി പോവുക. എന്ത് രസമാണെന്നറിയാമോ കാഴ്ചകളൊക്കെ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത്യാവശ്യം കോടമഞ്ഞും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിമനോഹരമായ കോടയും അതുപോലെ തന്നെ താഴ്വരകളും പച്ചപ്പ് നിറഞ്ഞ താഴ്വരകൾ കണ്ടങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ കൊടുക്കുന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ടണൽ നമ്മളങ്ങനെ കയറിയിരിക്കുകയാണ്. ആദ്യത്തെ ടണൽ കയറി ഇറങ്ങി അങ്ങനെ ഇനി നമുക്ക് എന്തായാലും അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുപോകാം. അപ്പോൾ മച്ചാന്മാർ ആദ്യമായിട്ട് ആരെങ്കിലും ജോസൂട്ടൻ വ്ളോഗ്സ് എന്നുള്ള ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തുക. ഓളെന്നുള്ള ബട്ടൺ കൂടെ അമർത്തുകയാണെങ്കിൽ ജോസൂട്ടൻ വ്ളോഗ്സിൽ ജോസൂട്ടൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മച്ചാന്മാരെ നിങ്ങൾ അന്ന് സപ്പോർട്ട് വളരെയധികം താങ്ക്സ്. അപ്പോൾ മച്ചാന്മാരെ, അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ തന്ന കമൻറ്റും അതുപോലെ തന്നെ വിലയേറിയ സപ്പോർട്ടുകൾക്കും വളരെയധികം താങ്ക്സ്. അപ്പോൾ പച്ചപ്പ് നിറഞ്ഞ പർവ്വത നിരകളിലൂടെ നമ്മളങ്ങനെ ട്രെയിൻ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ അന്യസംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് ഒരു യാത്ര. സെങ്കോട്ടയിലേക്കൊരു യാത്ര. എന്നിട്ടാ കോടമഞ്ഞ് അങ്ങനെ വന്ന് നിൽക്കണുണ്ട്. ഈ വീഡിയോയിൽ എത്രത്തോളം ക്ലാരിറ്റിയോടെ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. എങ്കിൽ പോലും നമുക്ക് മാക്സിമം ഒക്കെ എടുക്കാൻ പറ്റിയ രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള വിശേഷവും കാര്യങ്ങളൊക്കെ കണ്ടുവരാം.
അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ അവസാനത്തെ സ്റ്റേഷൻ, അതുപോലെ തന്നെ ഇത് കഴിഞ്ഞുള്ളതെന്നൊരു തമിഴ്നാടാണ് അങ്ങോട്ട് തുടങ്ങുന്നത്. അപ്പോൾ എന്തായാലും തമിഴ്നാട്ടിലേക്ക് പോകാനുള്ള യാത്രക്കാരെല്ലാം കയറങ്ങണ്ട ഇടിച്ചുകുത്തിയേ കയറുന്നത്. ഒരു ടിക്കറ്റ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല. ഇപ്പോൾ എല്ലാവരും ഇടിച്ചുകുത്തി കയറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ആര്യങ്കാവിൽ നിന്ന് ട്രെയിൻ എടുത്തു. അപ്പോൾ എന്തായാലും അങ്ങനെ ഈ യാത്രയിൽ ഇങ്ങനെ പോവുകയാണ്. 13 ടണ്ണർ പാലമൊക്കെ കണ്ട് നമ്മൾ അങ്ങനെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട്, അതുപോലെ തന്നെ കൃഷി സ്ഥലങ്ങളും അതുപോലെ പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകളും കണ്ടാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്ത് പോകുന്നത്. അങ്ങനെ നമ്മളെന്തായാലും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും മച്ചാന്മാരെ, നമുക്ക് വഴിയുള്ള ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കണ്ട് വഴിയേ അങ്ങ് പോവാം. കൊല്ലം എക്സ്പ്രസ്, ചെന്നൈ എഗ്മോർ, കൊല്ലം. അപ്പോൾ എന്തായാലും മച്ചന്മാരെ, അപ്പോൾ നമ്മളെന്തായാലും സെങ്കോട്ടൈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോയിൽ എന്തായി പോകുന്നതുകൊണ്ടാണ് അത്യാവശ്യം സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെന്തായാലും സെങ്കോട്ടൈ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മളെന്തായാലും റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ എന്തായാലും മച്ചന്മാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഒരിക്കൽ കൂടെ പറയുവാണ്, ജോസുട്ടൻ വ്ളോഗ്സ് എന്നുള്ള ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരാരെങ്കിലും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തുക, ഓൾ എന്നുള്ള ബട്ടൺ കൂടെ അമർത്തണം. ജോസുട്ടൻ വ്ളോഗ്സിലെ ജോസു ഡേഡീസിൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ. അപ്പോൾ എന്തായാലും നമ്മുടെ ലോക്കോമോട്ടീവ് WP7 ആണ് നമ്മുടെ ലോക്കോമോട്ടീവ്. അപ്പോൾ 2 എഞ്ചിൻ വെച്ചാൽ നമുക്ക് ഇങ്ങോട്ട് കേൾക്കണം. അവിടെ നിന്ന് എന്തായാലും കയറ്റമാണ്, അതുകൊണ്ട് 2 എഞ്ചിൻ വെച്ചാൽ നമുക്ക് ഇങ്ങോട്ട് പോകുന്നത്. ഇലക്ട്രിക്കലായിട്ട് കുറച്ചായുള്ളൂ. ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ കണ്ട് നമ്മുടെ നമ്മൾ സെങ്കോട്ടയിലേക്ക് വന്ന ട്രെയിൻ നമ്മൾ യാത്രയൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് ടാറ്റയൊക്കെ കൊടുത്ത് വിടുകയാണ്. ഇനി എന്തായാലും നമുക്ക് റിട്ടേൺ പോകണം. അതെന്തായാലും ഇവിടെ പോസ്റ്റാണ്. വെളുപ്പിന് 12:30ക്കാണ് നമുക്ക് ട്രെയിൻ ഉള്ളത്. അതുപോലെ ഇവിടെ എന്തായാലും പോസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഭാഗ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടുത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ട് നമുക്കിരിക്കാം. ഇപ്പോൾ ബാക്കിയുള്ള വിശേഷവും കാര്യങ്ങളൊക്കെ കണ്ടുവരാം. അപ്പോൾ നമ്മൾ വന്ന വണ്ടി അങ്ങനെ സെങ്കോട്ടയിൽ നിന്ന് ചെന്നൈ മോറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചയൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ വണ്ടിയെ ടാറ്റ കൊടുക്കുക. സെങ്കോട്ടയിൽ നിന്ന് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും ആ വണ്ടി അങ്ങനെ നീണ്ടു മാറുകയാണ്. അങ്ങനെ ആ കാഴ്ച നമുക്ക് വന്ന ലോക്കോമോട്ടീവാണ്. അങ്ങ് ദൂരെ ഒരു ഡീസൽ മോട്ടീവൊക്കെ കിടപ്പുണ്ട്.